കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ MG റോഡിലാണ് കസവ് ഹെറിറ്റേജ് എന്ന ആഡംബര വസ്ത്രവ്യാപാര സ്ഥാപനം തലയുയർത്തി നിൽക്കുന്നത്. പട്ടുസാരികളുടെയും ഡിസൈനർ വസ്ത്രങ്ങളുടെയും ഒരു വലിയ ലോകം. അവിടെ വർണ്ണപ്പകിട്ടുള്ള ഷോക്കേസുകൾക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും പിന്നിലായി പൊടി പിടിച്ച ഒരു സ്റ്റോക്ക് റൂമുണ്ട്. അതാണ് മീനാക്ഷിയുടെ ലോകം. ഇരുണ്ട നിറമുള്ളവൾ ആയതുകൊണ്ട് മാത്രം ഷോറൂമിന്റെ മുൻനിരയിൽ നിൽക്കാൻ അവൾക്ക് അർഹതയുണ്ടായിരുന്നില്ല. കസവ് ഹെറിറ്റേജിന്റെ മാനേജർ രാജേശ്വരിയുടെ കണ്ണിൽ സൗന്ദര്യമെന്നാൽ വെളുത്ത ചർമ്മം മാത്രമായിരുന്നു. ഏയ് മീനാക്ഷി, ആ കാഞ്ചീപുരം സാരികളുടെ പുതിയ സ്റ്റോക്ക് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി വെക്കണം. പുറത്തേക്ക് അധികം ഇറങ്ങി നടക്കേണ്ട, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. രാജേശ്വരിയുടെ ശബ്ദം എപ്പോഴും ഒരു ചാട്ടവാറ് പോലെയാണ് മീനാക്ഷിയുടെ ദേഹത്ത് പതിക്കാറുള്ളത്. അവൾ മിണ്ടാതെ തലയാട്ടും. അവൾക്ക് പരാതികളില്ലായിരുന്നു. കാരണം ആ സ്റ്റോക്ക് റൂമിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൾക്ക് കൂട്ടായി അവളുടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തുന്നൽക്കാരിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവ് മീനാക്ഷിയുടെ വിരൽത്തുമ്പുകളിൽ ഒരു മാന്ത്രികതയായി മാറിയിരുന്നു. പഴയ തുണിക്കഷ്ണങ്ങളിലും പാക്കിംഗ് കാർഡ്ബോർഡുകളിലും അവൾ ഒഴിവു സമയങ്ങളിൽ മ്യൂറൽ പെയിന്റിങ്ങുകൾ വരച്ചു ചേർത്തു. രാധയും കൃഷ്ണനും പ്രകൃതിയും പക്ഷികളുമെല്ലാം അവളുടെ ഭാവനയിൽ വിരിഞ്ഞു. കറുത്ത ചർമ്മമുള്ള മീനാക്ഷിയുടെ ഉള്ളിലെ വർണ്ണങ്ങൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ആ വലിയ സ്ഥാപനത്തിൽ മീനാക്ഷിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ അവിടുത്തെ അക്കൗണ്ടന്റായ വിഷ്ണു ആയിരുന്നു. ഒരു ദിവസം പഴയ കുറച്ച് ബില്ലുകൾ തിരയാനായി സ്റ്റോക്ക് റൂമിലേക്ക് വന്നതായിരുന്നു അവൻ. പൊടി പിടിച്ച ആ ഇടുങ്ങിയ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ഒഴിഞ്ഞ കാർഡ്ബോർഡ് പെട്ടിക്ക് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു വർണ്ണവിസ്മയം കണ്ട് വിഷ്ണു നിശ്ചലനായി നിന്നുപോയി. ഒരു പഴയ സ്കെച്ച് പെന്നും കുറച്ചു ജലച്ചായയും ഉപയോഗിച്ച് മീനാക്ഷി വരച്ചു വെച്ചിരിക്കുന്നത് മുളന്തണ്ടിൽ വിരലമർത്തി നിൽക്കുന്ന ഒരു കാർവർണ്ണനയാണ്. ആ കണ്ണുകളിലെ ജീവനും പീലികളിലെ നിറങ്ങളുടെ മിഴിവും കണ്ട് വിഷ്ണുവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മീനാക്ഷി, ഇത്രയും മനോഹരമായി വരയ്ക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അവന്റെ ശബ്ദത്തിൽ അത്ഭുതമുണ്ടായിരുന്നു. നിന്റെ ഈ വിരലുകളിൽ ഒരു വലിയ മാന്ത്രികതയുണ്ട്. ഇത്രയും വലിയൊരു കഴിവ് വെച്ചുകൊണ്ട് നീ എന്തിനാ ഈ ഇരുട്ടറയിൽ ഇങ്ങനെ ജീവിതം പാഴാക്കുന്നത്? മീനാക്ഷി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചായം പുരണ്ട തുണിക്കഷ്ണം പിന്നിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് വേറെ വഴിയില്ല വിഷ്ണു ഏട്ടാ. അമ്മയ്ക്ക് സുഖമില്ല. ഈ ജോലി കളഞ്ഞാൽ ഞങ്ങളുടെ പട്ടിണി മാറ്റാൻ വേറെ ആരുമില്ല. പിന്നെ അവൾ വരച്ച ആ കാർവർണ്ണന്റെ ചിത്രത്തിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഇരുട്ടിലാകുമ്പോൾ ഈ നിറങ്ങൾക്ക് കുറച്ചുകൂടെ തിളക്കം തോന്നില്ലേ? എൻ്റെ നിറം ഈ വലിയ ഷോറൂമിന് ചേർന്നതല്ലല്ലോ. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ ഭംഗി കണ്ടില്ലേ? ആ വാക്കുകളിലെ നിസ്സഹായത വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. മീനാക്ഷിയോട് അവന് വല്ലാത്തൊരു സഹതാപവും അവളുടെ പ്രതിഭയോട് വലിയ ബഹുമാനവും തോന്നി. നിറത്തിലല്ല മീനാക്ഷി, ഒരാളുടെ കഴിവിലാണ് കാര്യം. നീ ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് രാജേശ്വരി മാഡത്തിനോട് സംസാരിച്ച് നിനക്ക് ഡിസൈനിങ് സെക്ഷനിൽ എന്തെങ്കിലും. വിഷ്ണു വാചകം മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ പുറത്തുനിന്ന് രാജേശ്വരിയുടെ കർക്കശമായ ശബ്ദം മുഴങ്ങി. വിഷ്ണു, നീ എന്താ അവിടെ നിൽക്കുന്നത്? അവിടെ കിടക്കുന്ന വേസ്റ്റ് തുണികളിൽ കുത്തി വരച്ചു കളിക്കുന്നവളോട് വർത്താനം പറഞ്ഞിരിക്കാനാണോ നിനക്ക് കമ്പനി ശമ്പളം തരുന്നത്? ഇറങ്ങി വാടാ പുറത്തേക്ക്. അതുവരെ മീനാക്ഷിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്ന വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. ജോലിയിലുള്ള രാജേശ്വരിയുടെ സ്വാധീനവും തൻ്റെ സ്വന്തം ജോലി പോയി കിട്ടുമോ എന്ന ഭയവും ആ ചെറുപ്പക്കാരനെ തളർത്തി. അവൻ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും നിൽക്കാതെ ഭയത്തോടെ തല താഴ്ത്തി അവിടുന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. വിഷ്ണുവിൻ്റെ ആ പിന്മാറ്റം മീനാക്ഷിക്ക് പരിചിതമായിരുന്നു. എങ്കിലും ഈ ലോകത്ത് തനിക്കായി സംസാരിക്കാൻ ആരുമില്ലെന്ന സത്യം ഒരിക്കൽ കൂടി അവളെ ആ ഇരുട്ടറയിൽ ഓർമ്മിപ്പിച്ചു. ഒരു വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ സമയം. ഷോറൂമിൽ വലിയ തിരക്കില്ല. അപ്പോഴാണ് ലളിതമായ ഒരു കോട്ടൺ സാരി ധരിച്ച നരച്ച മുടിയുള്ള ഒരു വയോധിക അവിടേക്ക് കയറി വന്നത്. ഒറ്റ നോട്ടത്തിൽ വലിയ പണക്കാരിയൊന്നുമല്ലെന്ന് തോന്നിക്കുന്ന പ്രകൃതം. സെയിൽസ് ഗേൾസ് ആരും അവരെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും അവരവരുടെ ഫോണുകളിൽ നോക്കി നിൽക്കുകയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്തു. ദാഹിച്ചു വലങ്ങിയ ആ അമ്മയെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് എന്തൊരു വല്ലാത്ത അടുപ്പം തോന്നി. രാജേശ്വരിയുടെ വിലക്ക് വകവയ്ക്കാതെ അവൾ ഒരു ഗ്ലാസ് വെള്ളവുമായി അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്കിത്തിരി വെള്ളം വേണോ? വളരെ സ്നേഹത്തോടെ മീനാക്ഷി ചോദിച്ചു. ആ അമ്മ മീനാക്ഷിയെ നോക്കി പുഞ്ചിരിച്ചു. ആ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. വെള്ളം കുടിച്ച ശേഷം അവർ ചുറ്റും നോക്കി. എനിക്ക് കുറച്ച് പട്ടുസാരികൾ കാണണമായിരുന്നു, ഒരു പ്രത്യേക ഡിസൈൻ. മീനാക്ഷി അവരെയും കൂട്ടി സാരികളുടെ സെക്ഷനിലേക്ക് പോയി. അവൾ വളരെ ക്ഷമയോടെ
ഓരോ സാരിയും അവർക്ക് കാണിച്ചു കൊടുത്തു. തുണിയുടെ നെയ്ത്തും നൂലിന്റെ പ്രത്യേകതകളും അവൾ വളരെ വ്യക്തമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴാണ് മീനാക്ഷിയുടെ കൈവശമുണ്ടായിരുന്ന ഒരു പഴയ നോട്ട്ബുക്ക് താഴേക്ക് വീണത്. അതിൽ നിറയെ അവൾ വരച്ചു വെച്ച മ്യൂറൽ ഡിസൈനുകളായിരുന്നു. ആ നോട്ട്ബുക്ക് എടുത്തത് ആ വയോധികയായിരുന്നു. പേജുകൾ മറിക്കുന്തോറും അവരുടെ കണ്ണുകൾ വികസിച്ചു. ഇതൊക്കെ കുട്ടിയുടെ ഡിസൈനുകളാണോ? അവർ ചോദിച്ചു. അതെ അമ്മേ, വെറുതെ ഒഴിവ് സമയത്ത് വരയ്ക്കുന്നതാ, മീനാക്ഷി നാണത്തോടെ പറഞ്ഞു. ഇത് വെറുമൊരു വരയല്ല കുട്ടി, ഇതിൽ ജീവനുണ്ട്. അവരുടെ വാക്കുകൾ മീനാക്ഷിയുടെ ഹൃദയത്തിൽ കുളിർമഴയായി പെയ്തിറങ്ങി. അവൾ അവർക്ക് താൻ വരച്ച കുറച്ച് തുണിക്കഷ്ണങ്ങൾ കൂടി കാണിച്ചു കൊടുത്തു. പേര് ചോദിച്ചപ്പോൾ സേതുലക്ഷ്മി എന്ന് മാത്രം പറഞ്ഞ് മീനാക്ഷിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടി അവർ മടങ്ങി. സേതുലക്ഷ്മി പോയി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സംഭവം നടന്നത്. ഷോറൂമിലേക്ക് പുതുതായി വന്ന ദീപാവലി കളക്ഷനിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാരിയായിരുന്നു അത്. 1,00,000-ഓളം രൂപ വില വരുന്ന സ്വർണ്ണ കസവുള്ള ശുഭ്ര വെളുത്ത നിറത്തിലുള്ള ഒരു കാഞ്ചീപുരം പട്ടുസാരി. പെട്ടെന്നാണ് ഷോറൂമിന്റെ മുൻഭാഗത്ത് നിന്ന് രാജേശ്വരിയുടെ അലർച്ച കേട്ടത്. സ്റ്റോക്ക് റൂമിലേക്ക് ഇരച്ചു കയറി വന്ന അവർ മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു. മറ്റ് സെയിൽസ് ഗേൾസും കസ്റ്റമേഴ്സും നോക്കി നിൽക്കെ ആ വിലപിടിപ്പുള്ള സാരി അവർ മീനാക്ഷിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ വെളുത്ത പട്ടുസാരിയുടെ നടുവിലായി വലിയൊരു കറുത്ത കറ പടർന്നിരുന്നു. നീ കാരണം ഈ ഷോറൂമിന് 1,00,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിനക്കിവിടെ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നീ വരയ്ക്കുന്ന ആ മഷി തന്നെയാണ് ഈ സാരിയിലും വീണിരിക്കുന്നത്. നിന്റെ നിറം പോലെയുള്ള ഈ അഴുക്ക് നീ തന്നെയാണ് ഇതിൽ പുരട്ടിയത്. രാജേശ്വരി അലറാൻ തുടങ്ങി. മാഡം, ഞാൻ സത്യമായിട്ടും ഈ സാരി കണ്ടിട്ട് പോലുമില്ല. എൻ്റെ കയ്യിലെ പെയിൻ്റ് അല്ല ഇത്, കോഫിയുടെ കറയാണ്. മീനാക്ഷി കരഞ്ഞുകൊണ്ട് ആ സാരിയിലൊന്ന് തൊടാൻ ശ്രമിച്ചു. തൊട്ടുപോകരുത്. രാജേശ്വരി അവളെ തട്ടി മാറ്റി. അവൾ നിസ്സഹായതയോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് സ്റ്റോക്ക് റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന വിഷ്ണുവിനെ അവൾ കണ്ടത്. രാജേശ്വരിയുടെ പ്രിയപ്പെട്ട സെയിൽസ് ഗേളായ ശില്പ കുറച്ചു മുൻപ് കാപ്പി കുടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ സാരിയിലേക്ക് കോഫി വീഴ്ത്തുന്നത് വിഷ്ണു കണ്ടതാണ്. അവൻ എല്ലാ സത്യവും പറയുമെന്ന് മീനാക്ഷി വിശ്വസിച്ചു. വിഷ്ണുവേട്ട, ഒന്ന് പറയൂ, ഞാൻ സ്റ്റോക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് വിഷ്ണുവേട്ടൻ അറിയില്ലേ? മീനാക്ഷിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ വിഷ്ണുവിലേക്ക് നീണ്ടു. കുറ്റബോധം കൊണ്ട് ശില്പിയുടെ മുഖം വിവരണമാകുന്നത് അവൻ കണ്ടു. എന്നാൽ രാജേശ്വരിയുടെ തീപാർന്ന നോട്ടം തനിക്ക് നേരെ വന്നപ്പോൾ വിഷ്ണുവിൻ്റെ ധൈര്യം ചോർന്നുപോയി. അവൻ മീനാക്ഷിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ വെട്ടിച്ച് താഴേക്ക് നോക്കി. എനിക്കറിയില്ല മാഡം, ഞാൻ കണ്ടിട്ടില്ല, അവൻ പതർച്ചയോടെ പറഞ്ഞു. ശില്പയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിടർന്നു. ആ നിമിഷം മീനാക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വലിയ കെട്ടിടത്തിൽ തനിക്കായി സംസാരിക്കാൻ തൻ്റെ നിഴൽ പോലുമില്ല. നിറത്തിൻ്റെ പേരിൽ നിരന്തരം കേട്ട അവഹേളനകൾ അവൾ സഹിച്ചിരുന്നു. എന്നാൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു കള്ളിയായി മുദ്ര കുത്തപ്പെട്ടത് അവളുടെ ആത്മാഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. കരച്ചിൽ പെട്ടെന്ന് നിന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. സാരി തുമ്പുകൊണ്ട് മുഖത്തെ കണ്ണീർ തുടച്ചു മാറ്റി. രാജേശ്വരിയുടെ മുഖത്തേക്ക് നേരെ അവൾ നോക്കി പറഞ്ഞു. നിങ്ങളുടെ ഈ ഷോറൂമിനേക്കാൾ വലുതാണ് മാഡം എൻ്റെ ആത്മാഭിമാനം. സ്റ്റോക്ക് റൂമിലേക്ക് തിരികെ നടന്ന അവൾ തൻ്റെ പഴയ തുണിസഞ്ചി എടുത്ത് താൻ വരച്ചു വെച്ച ചിത്രങ്ങളും പെയിന്റിങ്ങുകളും മാത്രം അതിൽ നിറച്ചു. ആരും അവളെ തടഞ്ഞില്ല. കണ്ണീരിൻ്റെ നനവില്ലാതെ നിവർന്ന് നിന്നുകൊണ്ട് തന്നെ കസവ് ഹെറിറ്റേജിൻ്റെ പടിയിറങ്ങുമ്പോൾ മീനാക്ഷിയുടെ ഉള്ളിൽ തോൽവിയായിരുന്നില്ല, പകരം ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു. ജോലി പോയി വീട്ടിലിരുന്ന ആഴ്ചകൾ മീനാക്ഷിയെ സംബന്ധിച്ച് നരകതുല്യമായിരുന്നു. അമ്മയുടെ മരുന്നിനും വീട്ടുചെലവിനും പണമില്ലാതെ അവൾ വിഷമിച്ചു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം ആ സ്റ്റോക്ക് റൂമിൽ കരിഞ്ഞു പോയെന്ന് അവൾ കരുതി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. മീനാക്ഷിയല്ലേ? ഞാൻ സേതുലക്ഷ്മി. അന്ന് ആ കടയിൽ വന്ന് സാരികൾ നോക്കിയേ. മീനാക്ഷിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവർ മീനാക്ഷിയോട് കൊച്ചിയിലെ പ്രശസ്തമായ ഹെറിറ്റേജ് എക്സ്പോർട്സ് എന്ന വലിയ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എത്തിയ മീനാക്ഷി ഞെട്ടിപ്പോയി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാരിയായ സേതുലക്ഷ്മി വർമ്മയായിരുന്നു അന്ന് ലളിതമായ വേഷത്തിൽ കസവ് ഹെറിറ്റേജിൽ വന്നത്. യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്താൻ അവർ ഇടയ്ക്കിടെ നടത്തുന്ന യാത്രകളിലൊന്നായിരുന്നു അത്. സേതുലക്ഷ്മി മീനാക്ഷിയെ ചേർത്തു പിടിച്ചു. നിന്റെ കഴിവും സഹജീവികളോടുള്ള നിന്റെ സ്നേഹവും ഞാൻ അന്ന് തന്നെ തിരിച്ചറിഞ്ഞതാണ്. കസവ് ഹെറിറ്റേജിൽ നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ആ ഇരുട്ടറ നിനക്ക് പറ്റിയിടമല്ല മീനാക്ഷി. നീ ജനിച്ചത് ലോകം മുഴുവൻ പ്രകാശം പരത്താനാണ്. അവർ മീനാക്ഷിക്ക് മുന്നിൽ ഒരു വലിയ വാഗ്ദാനം വെച്ചു. അവരുടെ പുതിയ ബൊട്ടീക്കിലെ ലീഡ് ഡിസൈനർ. മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സേതുലക്ഷ്മിയുടെ പിന്തുണയോടെ മീനാക്ഷി ഒരു പുതിയ ബ്രാൻഡ് ആരംഭിച്ചു.
താൻ ഇതുവരെ അനുഭവിച്ച വേദനകൾക്കും തന്റെ നിറത്തിനും അവൾ തന്നെ ഒരു പേരിട്ടു, ശ്യാമ. ഹെറിറ്റേജ് എക്സ്പോർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ മീനാക്ഷിക്കായി ഒരു വലിയ ഡിസൈനിങ് സ്റ്റുഡിയോ ഒരുങ്ങി. വർണ്ണങ്ങൾ ചാലിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും മീനാക്ഷി രാപ്പകലില്ലാതെ അവിടെ ചിലവഴിച്ചു. പരമ്പരാഗത കേരള സാരികളിലും ചുരിദാറുകളിലും ഗൗണുകളിലും മീനാക്ഷിയുടെ മ്യൂറൽ ഡിസൈനുകൾ ജീവൻ വെച്ചു. രാത്രിയുടെ വശ്യതയുള്ള കടുംനീല നിറത്തിലുള്ള ഒരു പട്ടുസാരിയായിരുന്നു അവളുടെ ആദ്യത്തെ മാസ്റ്റർ പീസ് വിരിഞ്ഞത്. അതിൽ സ്വർണ്ണ ലിപികളാൽ അവൾ വരച്ചെടുത്തത് കൃഷ്ണനെ പ്രണയിക്കുന്ന ഇരുണ്ട നിറമുള്ള രാധയായിരുന്നു. ബ്രാൻഡിങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ഒരു വലിയ ഫാഷൻ ഷോ സേതുലക്ഷ്മി പ്ലാൻ ചെയ്തു. എന്നാൽ മോഡലുകളെ തിരഞ്ഞെടുക്കാൻ സമയം വന്നപ്പോൾ മീനാക്ഷി ഒരു വലിയ തീരുമാനമെടുത്തു. ഫാഷൻ ലോകത്തെ പതിവ് രീതികൾ തെറ്റിച്ച് വെളുത്തുമെലിഞ്ഞ വിദേശ മോഡലുകളെയോ സിനിമാ താരങ്ങളെയോ അവൾ ഒഴിവാക്കി. പകരം കൊച്ചിയിലെ കോളേജുകളിലും തെരുവുകളിലും അവൾ പരസ്യം നൽകി. കേരളത്തിലെ സാധാരണക്കാരായ കറുത്ത നിറമുള്ള ചുരുണ്ട മുടിയുള്ള പെൺകുട്ടികളായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. ഫാഷൻ ലോകം മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ പുച്ഛിച്ചു തള്ളി. കറുത്ത നിറമുള്ളവരെ വെച്ച് ഫാഷൻ ഷോ നടത്തിയാൽ ആര് വസ്ത്രം വാങ്ങാനാണ് എന്ന് പലരും പരിഹസിച്ചു. എന്നാൽ മീനാക്ഷി കുലുങ്ങിയില്ല. തൻ്റെ ആദ്യ ഷോയിലെ പ്രധാന മോഡലായി അവൾ തിരഞ്ഞെടുത്തത് സ്വന്തം നിറത്തിൻ്റെ പേരിൽ നൃത്തവേദികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട കല്യാണി എന്നൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. കല്യാണിയിൽ മീനാക്ഷി കണ്ടത് പഴയ തന്നെ തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കൊച്ചിയിലെ പ്രശസ്തമായ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശ്യാമയുടെ ലോഞ്ചിങ്. നഗരത്തിലെ പ്രമുഖരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. ലൈറ്റുകൾ അണഞ്ഞു. പരമ്പരാഗത ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം ആധുനിക സംഗീതം ഇഴചേർന്നു. വേദിയുടെ വലിയ സ്ക്രീനിൽ ശ്യാമയുടെ പരസ്യവാചകം തെളിഞ്ഞു, നിറമല്ല, നിങ്ങളാണ് സൗന്ദര്യം. തുടർന്ന് റാമ്പിലേക്ക് നടന്നെടുത്തത് ഒരു കൂട്ടം ശ്യാമവർണ്ണമായ പെൺകുട്ടികളായിരുന്നു. മീനാക്ഷിയുടെ മാന്ത്രിക വിരലുകളാൽ ജീവൻ വെച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന കണ്ണുകളോടെ അവർ ആത്മവിശ്വാസത്തോടെ നടന്നു. അവസാനമായി ആ കടുംനീല കാഞ്ചീപുരം സാരി ഉടുത്ത് കല്യാണി റാമ്പിലേക്ക് വന്നപ്പോൾ സദസ്സിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. ആ ഇരുണ്ട ചർമ്മത്തിൽ സ്വർണ്ണ നിറമുള്ള മ്യൂറൽ പെയിന്റിംഗ് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. നിശബ്ദത പെട്ടെന്ന് വലിയൊരു കരഘോഷമായി മാറി. കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. വേദിക്ക് പിന്നിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മീനാക്ഷി സേതുലക്ഷ്മി ചേർത്ത് പിടിച്ചു. ഒരു വലിയ വിപ്ലവത്തിനാണ് അന്ന് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും രാജ്യാന്തര ഫാഷൻ മാഗസിനുകളിലും മീനാക്ഷിയുടെ ഡിസൈനുകളും ആ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം തുടിക്കുന്ന ചിത്രങ്ങളും നിറഞ്ഞു നിന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്യാമ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഡിസൈനർ ബ്രാൻഡുകളിൽ ഒന്നായി മാറി. 2 വർഷങ്ങൾ കടന്നുപോയി. കൊച്ചിയിലെ ലുലു മാളിനോട് ചേർന്ന് ശ്യാമയുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മീനാക്ഷി ഇപ്പോൾ പഴയ മീനാക്ഷിയല്ല, ആത്മവിശ്വാസം തുളുമ്പുന്ന വിജയിച്ച ഒരു ബിസിനസ്സുകാരി. ഒരു ദിവസം രാവിലെ മീനാക്ഷി തൻ്റെ ക്യാബിനിൽ പുതിയ ഡിസൈനുകൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിസപ്ഷനിൽ നിന്ന് ഒരു ഫോൺ വന്നത്. മാഡം, ഒരു ലേഡി വന്നിട്ടുണ്ട്. മകളുടെ കല്യാണത്തിന് ഒരു കസ്റ്റമൈസ്ഡ് സാരി ഡിസൈൻ ചെയ്യാൻ മാഡത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറയുന്നു. പേര് രാജേശ്വരി എന്നാണ്. മീനാക്ഷിയുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിടർന്നു. അവൾ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. റിസപ്ഷനിൽ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു രാജേശ്വരി. തൻ്റെ മകളുടെ വിവാഹത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ ബ്രാൻഡായ ശ്യാമയിൽ നിന്ന് തന്നെ പുടവ എടുക്കണമെന്നത് അവരുടെ വാശിയായിരുന്നു. മീനാക്ഷിയെ കണ്ടതും രാജേശ്വരിയുടെ മുഖം വിളറി വെളുത്തു. ഒരു കാലത്ത് താൻ ഗോഡൌണിൽ ഒതുക്കി നിർത്തിയ കള്ളിയെന്ന് വിളിച്ച് അപമാനിച്ച് ഇറക്കി വിട്ട ആ കറുത്ത പെൺകുട്ടിയാണ് ഇന്നത്തെ ലോകമറിയുന്ന ഡിസൈനർ എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. മീനാക്ഷി അവരുടെ അടുത്തേക്ക് നടന്നു എന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമോ പ്രതികാരമോ ഉണ്ടായിരുന്നില്ല. പകരം തിളക്കമുള്ള ഒരു ആത്മവിശ്വാസം മാത്രം. വരൂ മാഡം, മകൾക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ സാരി നമുക്ക് ഡിസൈൻ ചെയ്യാം, മീനാക്ഷി സ്നേഹത്തോടെ പറഞ്ഞു. രാജേശ്വരിയുടെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവർ ഒന്നും മിണ്ടാനാവാതെ നടന്നുപോയി. പുറത്ത് ആകാശത്ത് കാർമേഘങ്ങൾ മാറി സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ ഓഫീസിലെ വലിയ ചില്ലുജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മീനാക്ഷി ഓർത്തു, അന്ന് ആ സ്റ്റോക്ക് റൂമിലെ ഇരുട്ടിൽ താൻ അനുഭവിച്ച വേദനകളാണ് ഇന്ന് വിജയത്തിൻ്റെ അടിത്തറ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്ന് മീനാക്ഷിക്ക് അറിയാമായിരുന്നു: ഇരുട്ടിലാണ് നക്ഷത്രങ്ങൾ ഏറ്റവും ഭംഗിയായി തിളങ്ങുന്നത്.